വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 10, 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. പീഡകളുടെ കാലം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതീയരുടെയും മുൻപാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന്റെ ആഗമനത്തിനു മുൻപ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടിപ്പൂർത്തിയാക്കുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബേൽസെബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. ശിഷ്യന്മാരുടെ പ്രതികരണ ശൈലി എന്തായിരിക്കണമെന്ന് യേശു വ്യക്തമാക്കുന്നു. ശിഷ്യന്മാരെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തനത്തിനായി യേശു പറഞ്ഞുവിടുന്നതിനു മുമ്പ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ അനുവർത്തിക്കേണ്ട ചില പ്രവർത്തന ശൈലികളും അവരെ ഓർമ്മപ്പെടുത്തുകയും അവരെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നാം ധ്യാന വിഷയമാക്കിയിരിക്കുന്നത്. യേശു ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, നിങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് ചെന്നായ്ക്കളുടെ ഭാവവേദങ്ങളോടുകൂടെ ജനങ്ങൾ നിങ്ങളോട് പെരുമാറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അതിൽ കാര്യമുള്ളതായിട്ടും നിങ്ങൾ മനസ്സിലാക്കാം. ചെന്നായ്ക്കളുടെ സ്വഭാവം ആക്രമണ സ്വഭാവം ആയിരിക്കുന്നത് പോലെ വഞ്ചനയുടെ സ്വഭാവവും അതിൽ ഒളിഞ്ഞിരിക്കാം. എന്നാൽ നിങ്ങൾ അപ്പോഴും കുഞ്ഞാടുകളായിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഇടവരണം. അതിന്റെ അർത്ഥം ചെന്നായ്ക്കളുടെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞാട് രക്ഷപ്പെടാൻ വഴിയില്ല എന്ന ഒരു ഗതികേടില് നിങ്ങൾ എത്തിച്ചേരാൻ ഇടവരരുത്. കുഞ്ഞാടുകള് എന്ന രീതിയിൽ നിങ്ങളാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആക്രമണത്തിന് തിരിച്ച് ആക്രമിക്കുക എന്ന് പറയുന്ന സ്വഭാവം നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകരുത്. മറിച്ച് ക്ഷമയുടെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയുമായിട്ടുള്ള ഭാവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പ്രകാശിക്കേണ്ടത്. അതോടുകൂടെ തക്കതായിട്ടുള്ള വിവേകവും നിങ്ങളിൽ ജീവിതത്തിൽ കാണിക്കണം. ആ വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒഴിഞ്ഞു മാറേണ്ടത് ഒഴിഞ്ഞു മാറണം, നിന്നുകൊടുക്കേണ്ടത് നിന്നുകൊടുക്കണം. തിരുത്തേണ്ട സമയത്ത് മാന്യമായും പക്വതയോടുകൂടെയും തിരുത്താൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള ശൈലികളാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്രതീക്ഷിതമായ രീതിയിൽ നിങ്ങൾക്കെതിരായ കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും ആ കള്ളക്കേസുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ മർദ്ദിക്കാനിടവരികയും എല്ലാവിധ ദുരാരോപണങ്ങളും നിങ്ങൾക്കെതിരായിട്ട് ഉയർത്താനും ഇടവന്നേക്കാം. നിങ്ങൾ നഷ്ടധൈര്യരാകേണ്ടതില്ല. ഓരോ അവസരത്തിലും നിങ്ങൾ സത്യസന്ധതയും ആത്മാർത്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ പുലർത്തുന്നു എന്ന് ഉറപ്പാക്കുന്നുവെങ്കിൽ ഈ വക സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതും എങ്ങനെയാണ് ആ സാഹചര്യങ്ങളോട് പ്രതികരിക്കേണ്ടതെന്നും നിങ്ങൾക്ക് അതാത് സമയത്ത് നിങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ അരൂപി
നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ദൗത്യം ശ്രമകരമായിട്ടുള്ള ഒന്നാണെന്നും അത് ലാഘവബുദ്ധിയോടുകൂടിയല്ല നിങ്ങൾ ജീവിതത്തിൽ നോക്കിക്കാണേണ്ടതെന്നും ഉള്ളത് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. അപ്രതീക്ഷിതമായത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനിടവരുമ്പോൾ നിങ്ങൾ പകയ്ക്കേണ്ടതില്ല. നിങ്ങളുടെ ഗുരുവായിട്ടുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളവനാണ്, അനുഭവിക്കാൻ ഇനിയും പോകുന്നവനാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ ഗുരുവിനെ പോലെയായാൽ മതി. അതിൽ വലിയ അവകാശവാദങ്ങളൊന്നും നിങ്ങൾക്കുണ്ടാകരുത്. നിങ്ങളുടെ ഗുരുവും നാഥനുമായിട്ടുള്ള ഞാൻ നിങ്ങൾക്കായിട്ട് നൽകുന്ന ദൗത്യം ശ്രമകരമാണ് എന്ന് എനിക്കറിയാം. അതിനുവേണ്ട എല്ലാവിധ പ്രാപ്തിയും അതിനുവേണ്ട എല്ലാവിധ കഴിവുകളും നിങ്ങൾക്കായിട്ട് ഞാൻ നൽകും. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വിവേകത്തിന്റെയും വിനയത്തിന്റെയും നിഷ്കളങ്കതയുടേതുമായിട്ടുള്ള ജീവിതശൈലിക്ക് ഒരു തരത്തിലും വിഘാതമുണ്ടാകാനിടവരരുത് എന്ന് വളരെ കാര്യമായ രീതിയിൽ തന്നെ തന്റെ ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് അവരെ അയക്കുന്നതായിട്ട് നാം കാണുന്നത്.